ആക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ഫിൽറ്ററിൽ തന്നെയാണ് നമ്മൾ പിന്നെയും പറയുന്നത്. അത് ഒന്നും കൂടി പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്, പാസീവ് ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, ഓഡിയോ ഫ്രീക്വൻസി ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് അനലോഗ് ഫിൽറ്റേഴ്സിനകത്ത് നടക്കുന്ന പ്രോസസ്സിങ് വന്നിട്ട് അനലോഗ് സിഗ്നൽസ് വിത്ത് അനലോഗ് ടെക്നിക്സ് ആയിരിക്കും. ഇത് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിജിറ്റൽ സിഗ്നൽസ് വിത്ത് ഡിജിറ്റൽ ടെക്നിക്സ് ആയിരിക്കും. ഇത് ഓഡിയോ ആൻഡ് റേഡിയോ ഫ്രീക്വൻസിനകത്ത് പിന്നെ ഈ അനലോഗ് ടെക്നിക്കിനകത്തും എന്താണ് ഡിജിറ്റൽ ഫിൽറ്ററിനകത്തും കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് എലമെൻറ്റ്സ് ആണ്. പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് വെച്ചിട്ടായിരിക്കും ഈ ഫിൽറ്റേഴ്സ് വന്നിട്ട് റെഡി ആക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ ആക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പ് ആമ്പ്, ട്രാൻസിസ്റ്റർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വിത്ത് പാസീവ് എലമെൻറ്റ്സും കൂടി ഉണ്ടാകും. മെയിനായിട്ട് വരുന്നത് ഓപ്പ് ആമ്പും ട്രാൻസ്മിറ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് ഫിൽറ്റർ എന്ന് നമ്മൾ പറയണം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പാസീവ് ഫിൽറ്റേഴ്സാണ്, അതായത് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും മാത്രം വെച്ചിട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ഓപ്പ് ആമ്പും കൂടി ചേർത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ഫിൽറ്ററായിട്ട് നമുക്ക് മാറുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ആർ സി ഫിൽറ്റേഴ്സ്, ആർ സി വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ആർ സി ഫിൽറ്റേഴ്സ് വന്നിട്ട് ഓഡിയോ ആൻഡ് ലോ ഫ്രീക്വൻസീസ് വന്നിട്ട് ഓപ്പറേഷൻക്ക് നമ്മൾ യൂസ് ചെയ്യും. എല്ലും സിയും വെച്ചിട്ട് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ചേർന്ന ഫിൽറ്റർ വന്നിട്ട് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. കൂടുതലും നമ്മൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സാണ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ പാസീവ് ഫിൽറ്റേഴ്സിനെയും കാട്ടും. അതായത് ഗെയിൻ വന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിരിക്കും. പിന്നെ ലോഡിങ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. അതെന്താ ലോഡിങ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഓപ്പ് ആമ്പ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഇമ്പിഡൻസ് ഐ ആണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വന്നിട്ട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ആക്റ്റീവ് ഫിൽറ്റേഴ്സിന് ഈ ഓപ്പ് ആമ്പ് വന്നിട്ട് ചീപ്പായിട്ടുള്ള ഓപ്പ് ആമ്പൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയണത്. ഓക്കെ, ഇനി ആക്റ്റീവ് ഫിൽറ്ററിൽ വരുന്നതാണ് എന്ത് ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, ബാൻഡ് സ്റ്റോപ്പ്, ഓൾ പാസ് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഹെഡിങ് വന്നിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് ഇനി നമ്മൾ പറയണത് ഈ ഗ്രാഫ് 5 വരയ്ക്കണം. ഈ വരച്ചിരിക്കുന്നത് ഫുള്ളും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഫുള്ളും എന്താണ് ഐഡിയലാണ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡോട്ടഡ് ലൈനിൽ ഇട്ടിരിക്കുന്നത് കണ്ട അതാണ് ഐഡിയൽ ഓപ്പറേഷൻ. അതായത് നേരെ ഗെയിൻ വന്നുകൊണ്ടിരിക്കും, സഡനായിട്ട് ഒരു പോയിന്റിൽ വന്നിട്ട് 0 ആകും. ആ 0 ആകുന്ന ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതേത് ഹൈ പാസ് ഫിൽറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് വന്നതിൻ്റെ കഴിഞ്ഞിട്ടായിരിക്കും കടത്തി വിടുന്നത്. ഇതേത് ബാൻഡ് റിജക്ട് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ കടത്തിവിടും, അതിൻ്റെ താഴെയുള്ളതും മേലിലുള്ളതും കടത്തി വിടൂല. റിജക്റ്റിൽ വന്നിട്ട് പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ മാത്രം കടത്തി വിടത്തില്ല. അതാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എന്താണ് പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലോ പാസ് ഫിൽറ്ററെ തന്നെ ഓപ്പ് ആമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നോക്കണതും നോക്കാം.